സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ആകെയുള്ള മറുപടി സിനിമാ കോൺക്ലേവ് വരുന്നു എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും കോൺക്ലേവിനെ പറ്റി പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ സിനിമാ കോൺക്ലേവ്? തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് ആഷിഖ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു കോൺക്ലേവ് നടത്തുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. സിനിമാ കോൺക്ലേവ് നടത്താൻ പോകുന്നു. ഇപ്പോൾ ഒരു സിനിമാ കോൺക്ലേവ് നടത്താൻ പോകും. സിനിമാ കോൺക്ലേവ് ഒരു യുഗപ്പിറവിയാണ്. മലയാള സിനിമയെ അടിച്ചു തെളിച്ച് ശുദ്ധിയാക്കി മാമോദിസ മുക്കിയെടുക്കാനുള്ള മന്ത്രി സജി ചെറിയാന്റെ പദ്ധതി. സംവിധായകൻ ഷാജിയൻ കരുൺ ചെയർമാനായിട്ടുള്ള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് കോൺക്ലേവ് നടത്തിപ്പിന്റെ നോഡൽ ഏജൻസി. ചലച്ചിത്ര അക്കാദമിയും നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിക്കും. സാങ്കേതിക പ്രവർത്തകരുടെ ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കുക, വിവിധ തൊഴിൽ മേഖലകളിൽ മിനിമം വേതനം നിശ്ചയിക്കുക, തർക്കപരിഹാരത്തിന് ട്രൈബ്യൂണൽ ഉണ്ടാക്കുക, ട്രൈബ്യൂണലിന്റെ പ്രാഥമിക ഘടനയുണ്ടാക്കുക എന്നിങ്ങനെ വിശാലമായ പരിഗണനകളാണ് കോൺക്ലേവിന്റെ അജണ്ടയിലുള്ളത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മുൻപ് അടൂർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി തയ്യാറാക്കിയ അടൂർ കമ്മിറ്റി റിപ്പോർട്ടും അടക്കം കോൺക്ലേവിൽ ചർച്ച ചെയ്യും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമമുണ്ടാക്കണമെന്ന് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുമ്പോൾ ഒരു നയമെങ്കിലും ഉണ്ടാക്കാൻ സർക്കാരിനാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.